ശരി, അപ്പോൾ കേരള നിയമസഭയിൽ മലയാള സിനിമാ താരങ്ങളെല്ലാം ഒരുമിച്ച് എത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പോ ആരാവും മുഖ്യമന്ത്രി? രമേശ് പിഷാരടി. ആഭ്യന്തരമന്ത്രി നമുക്ക് ടോവിനോയ്ക്ക് കൊടുത്തേക്കാം. ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലോ? മഞ്ജു വാര്യരായിക്കോട്ടെ. ആരോഗ്യമന്ത്രി. ആരോഗ്യത്തെ പറ്റി സ്ഥിരം ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവരാ, അത് ഉണ്ണിമൂന്നിന് കൊടുത്തേക്കാം. ജീവിതത്തിൽ എടുത്ത ഏറ്റവും ധീരമായ ഒരു തീരുമാനം? ഇനി പേടിക്കൂല എന്നുള്ളത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, ഇവരിൽ ഏറ്റവും അടുപ്പമുള്ളത്? എല്ലാവരും കേട്ടോ ഒരു അടുപ്പം. ഞാൻ അങ്ങനെ അടുപ്പമല്ലല്ലോ, അത് സൗഹൃദം എന്നൊക്കെ പറയുന്ന വാക്കിട്ട് വിളിക്കാവുന്ന ഒരു ബന്ധമല്ലല്ലോ. അവരോടൊക്കെ ഒരു ബഹുമാനത്തിലുള്ള കാര്യങ്ങളല്ലേ ഉള്ളത്. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? എനിക്ക് നല്ല ഓർമ്മയുള്ള സമയത്ത് എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായി തോന്നിയത് ആരെയാണ്? അതും ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ആരോടാണ്? എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളത് മമ്മൂക്കയോട് സംസാരിക്കാനാണ്. രമേശ് പിഷാരടിയുടെ ഏറ്റവും 2 നല്ല ഗുണങ്ങൾ പറയാൻ പറഞ്ഞാൽ? ദോഷമില്ല എന്നുള്ളതാണ് 2 നല്ല ഗുണങ്ങൾ. രമേശ് പിഷാരടി ഒരു ശക്തനായ സ്ഥാനാർത്ഥി അല്ല എന്ന് ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശക്തമായ മറുപടി റിസൾട്ട്. യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി രമേശ്